സ്ലോ എനർജി സേവ് ചെയ്യാം. ഫുൾ സ്റ്റേക്ക് അടിക്കണം. അതെ, കറക്റ്റ് ഇവിടെയൊക്കെ ഫൈബർ കാണുന്നുണ്ട്. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മളുള്ളത് കോഴിക്കോടത്തെ ഏറ്റവും വലിയ ജിമ്മായ FT60 നമ്മുടെ കൂടെ കേരളത്തിലെ ബെസ്റ്റ് ബോഡി ബിൽഡർ അലിയുണ്ട്. ബെസ്റ്റ് ബോഡി ബിൽഡർ FT60 പറഞ്ഞത് വെയർ ഹൗസ് ജിമ്മാണ്, ബിഗ്ഗസ്റ്റ് വെയർ ഹൗസ് ജിമ്മാണ് കാലിക്കറ്റ്. അടിപൊളി ജിമ്മാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു പ്രാവശ്യം വന്നാണ് ലക്ഷ്മൺ ബ്രോൻ്റെ ഒപ്പം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഇസ് അവർ സെക്കൻഡ് ടൈം കമ്മിങ് ഹിയർ. അപ്പം ഒരു ബാക്ക് വർക്കൗട്ട് സെഷൻ ആണ് വിചാരിക്കുന്നത്. ബാക്ക് വർക്കൗട്ട് ഞാൻ പറഞ്ഞതാണ്, കാരണം എനിക്ക് ബാക്കും ഷോൾഡറാണ് ഇപ്പോൾ കറന്റ് എനിക്ക് വീക്കായാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടാണ്ട്, അത് എനിക്കറിയാം, കാരണം എന്നെക്കാട്ട് എക്സ്പീരിയൻസ് ആയ ആളാണിത്. സോ ഇനി നമുക്ക് ബാക്ക് വർക്കൗട്ട് വേണ്ട കൂടെ ചെയ്യാനുണ്ട്. ആ ബാക്ക് വർക്കൗട്ട് നമ്മൾ തിരഞ്ഞെടുത്തു. ഇപ്പം നമ്മൾ വിഡ്ത്ത് ഫോക്കസ്ഡ് ബാക്ക് വർക്കൗട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ എന്തൊക്കെ വർക്കൗട്ട് ചെയ്യാൻ ലിസ്റ്റ് ഒരു ബ്രീഫ് കൊടുത്താണ്. അപ്പം നമ്മുടെ ഇന്നത്തെ മെയിൻ വർക്കൗട്ട്സ് എന്ന് വെച്ചാൽ വിഡ്ത്ത് ഫോക്കസ് ചെയ്യാനാണ്. അപ്പം ലാറ്റ്സിന് ഒരു 2 വർക്കൗട്ടും പിന്നെ മിഡ് ബാക്കും ലാറ്റ്സും കൂടെ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു വർക്കൗട്ടും, അതായത് മെയിനായിട്ട് ഒരു അപ്പർ പുള്ളും ഒരു വെർട്ടിക്കൽ പുള്ളും പിന്നെ ഒരു ഹൊറിസോണ്ടൽ പുള്ളും പിന്നെ ഒരു സീറ്റഡ് റോയും ചെസ്റ്റ് സപ്പോർട്ടഡ് റോയും ആണ്. നമ്മൾ സീറ്റഡ് റോ എന്തായാലും ചെയ്യണം. സീറ്റഡ് റോ ഒരു മസ്റ്റ് വർക്കൗട്ടാണ്. കാരണം സീറ്റഡ് റോൻ്റെ അത്രയും സ്ട്രെച്ച് കിട്ടുന്ന വേറൊരു വർക്കൗട്ട് നമുക്ക് ബാക്ക് ഡേയിൽ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കൂടെ പിന്നെ നമുക്ക് ലോവർ ബാക്കിന് ചെറിയൊരു ഇഞ്ചറി ഉണ്ട്. നമ്മൾ ലോവർ ബാക്കിന് ചെറിയ സ്ട്രെച്ചിങ് ചെയ്യും, ചെറിയൊരു സ്ട്രെങ്തനിങ് വർക്കൗട്ടും പിന്നെ കുറച്ച് സ്ട്രെച്ചിങ്ങും മാത്രമാണ് ചെയ്യുന്നത്. ലോവർ ബാക്ക് അധികം ലോഡ് ചെയ്യുന്നില്ല. നമ്മളെ മെയിൻ ഫോക്കസ് വിഡ്ത്തിലാണ്. വിഡ്ത്തും അതായത് ലാറ്റ്സും ബാക്കിലാണ് മെയിൻ ഫോക്കസ്. പിന്നെ ട്രാപ്സ് അധികം ഹൈ ലിഫ്റ്റ് പോയല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാപ്സ് വീക്കായി വന്നാണ്. അതൊന്ന് സ്ട്രോങ് ആക്കാൻ നോക്കണം. അപ്പം ട്രാപ്സിന് നമ്മൾ ഐസൊലേഷൻ വർക്കൗട്ട് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ലോവർ ബാക്കിൽ അധികം ലോഡ് വരാതെ ട്രാപ്സ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു വർക്കൗട്ട്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ബോഡി ബിൽഡർ കൂടെ വർക്കൗട്ട് ചെയ്യുന്നത്. നമുക്ക് ചിലപ്പോൾ എൻഡ്യൂറൻസ് ഉണ്ടാവില്ല, നോക്കാം. എന്നാലും അപ്പം FT60 വെറുതെ ഒരു ജിം ടൂർ തരാം. ആദ്യം ജിമ്മിൻ്റെ ഷേപ്പ്, ഇത് കറക്റ്റ് ഒരു റെക്റ്റാങ്കിളാണ്. ഈ ഏരിയ ഉണ്ടോ, ഈ ഒരു ഏരിയ വരെ ഡിസൈൻ ചെയ്തിരിക്കുന്ന സർക്യൂട്ട് ട്രെയിനിങ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടും കൂടി സെറ്റ് ചെയ്ത ജിമ്മാണിത്. അപ്പോൾ അതിനാണ് ഈ ഇത്രയും സാധനങ്ങളും അതേപോലെ തന്നെ ഈ സ്പേസും. ബെൽറ്റ് സ്കോട്ട് ഉണ്ട്, അധികം ജിമ്മുകളിൽ കാണാത്ത സാധനമാണ്. പിന്നെ അബ്ഡക്ടേഴ്സ് ചെയ്യുന്ന മെഷീനും. ഇത് ലാറ്ററൈസിൻ്റെ അല്ലേ? എല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ലാറ്റ് പുൾ ഡൗൺ തന്നെ തുടങ്ങാം അല്ലേ? ലാറ്റ് പുൾ ഡൗണ് ക്ലോസ് ഗ്രിപ്പ് അല്ലേ, ലാറ്റ്സിൽ ഫോക്കസ് ചെയ്തിട്ട്. അതിന് മുന്നേ സ്ട്രെച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ചെയ്യണം. മസിൽ ബിൽഡ് ചെയ്യാൻ സ്ക്വാട്ടിനെക്കാട്ടും നല്ല സാധനങ്ങളുണ്ട്, മെഷീൻസും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ സ്ക്വാട്ടും ഡെഡ് ലിഫ്റ്റും പോലത്തെ വർക്കൗട്ടുകൾ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഫുൾ ബോഡി നല്ല സ്ട്രോങ് ആവും. ഫ്ലോർ വർക്ക് ചെയ്യല്ലേ മറ്റേ സാധനങ്ങളൊക്കെ, കാറ്റ് കൗ ഒക്കെ. പിന്നെ മറ്റേ കാറ്റ് കൗ പുഷ് ചെയ്യുക. അടുത്ത് മറ്റേ സൂപ്പർമാൻ പോസ് ഉണ്ടെന്നതില്ലേ, ഈ സാധനം ടച്ച് ഓപ്പോസിറ്റ് ചെയ്യിക്കാൻ വർക്കൗട്ട് ആയിട്ട് കൊടുക്കല്. ഇതൊക്കെ നല്ല ഒരു സ്ട്രെങ്ത് ലെവൽ കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വാങ്ങാൻ പോകും. എല്ലാവർക്കും ഇപ്പോൾ പുള്ളപ്പ് വാങ്ങാൻ പറ്റില്ല. ബിഗിനേഴ്സിന് പുള്ളപ്പ് വർക്കൗട്ട് പോലെ ചെയ്യണം. പക്ഷേ ഒരു സ്ട്രെങ്ത് ലെവൽ കഴിഞ്ഞാൽ അതൊക്കെ വാങ്ങാൻ പറ്റി ചെയ്യാം. ജോണിയില്ലേ വർക്കൗട്ട്. ഞാൻ അധികവും സെക്കൻഡ് വർക്കൗട്ട് തൊട്ടാണ് ഡ്രോപ്പ് ചെയ്യല്. അങ്ങനെ ചെയ്തത്. ഇത് മാക്സിമം ഫ്രണ്ടിലേക്ക് നിൽക്കുക. കുറച്ചൊന്ന് ബാക്കോട്ട് ലീൻ ചെയ്യാം, കുറച്ചുകൂടെ. മുകളിൽ മാക്സിമം സ്ട്രെച്ച് ചെയ്യും, മാക്സിമം സ്ട്രെയിറ്റ് ചെയ്യും ബാക്ക്. അത് തന്നെ, സ്ട്രെച്ച് വരട്ടെ. ഇങ്ങനത്തെ ഗ്രിപ്പാണ്, നോർമൽ വി ഗ്രിപ്പല്ല. അപ്പം ഇത് കുറച്ചും കൂടെ ലാറ്റിനൊരു സ്ട്രെച്ച് കിട്ടും നോർമൽ ഗ്രിപ്പിനെക്കാട്ടും. ടോപ്പ് പൊസിഷനിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ പൊസിഷനാണ്, കാരണം ഷോൾഡറിൻ്റെ ഒരു നാച്ചുറൽ പൊസിഷനിലാണ് ഇത് നിൽക്കുന്നത്. അപ്പം ഇന്നത്തെ സെറ്റ് എന്ന് വെച്ചാൽ ആദ്യം ഒരു വാമപ്പ്,
പിന്നെ 3 വർക്കിംഗ് സെറ്റ്. ഞാൻ ഉദ്ദേശിച്ച സാധനം എന്താണെന്ന് അറിയോ, ഇവിടെ മാക്സിമം സ്ട്രെയിറ്റ് ചെയ്യുക, അപ്പോൾ ലാറ്റ് മാക്സിമം സ്ട്രെച്ച് ആവും. പുള്ളി ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഇൻക്ലിനേഷൻ കൊടുക്കുക. അപ്പം 10 മതി. നമ്മൾ ബാക്കി 3 സെറ്റിലേക്ക് എനർജി സേവ് ചെയ്യാണ്. കാരണം നമ്മുടെ ഫോക്കസ് ഹൈപ്പോട്രഫി അല്ല, സ്ട്രെങ്ത് ആണ്. അപ്പോൾ അടുത്ത ലോഡ് ഒരു 69 വർക്കിംഗ് സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. അലി 7 അല്ലേ, 8 സ്ലോ ജസ്റ്റ് ഒന്ന് ചീറ്റ് ചെയ്ത്, അത് കുഴപ്പമില്ല. നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ലാസ്റ്റ് ഒരു 2-3 റെപ്പ് ഒന്ന് ചീറ്റ് ചെയ്ത് അടിക്കുന്നത് നല്ലതാണ്. ഇഞ്ചറി വരാതെ നോക്കാം. അപ്പം നമ്മളും സെയിം ലോഡ് അടിച്ച് നോക്കാം. ഫുൾ സ്റ്റാക്ക് അടിക്കാം, വേണമെങ്കിൽ ഫുൾ സ്റ്റാക്കിൻ്റെ മിഡിലുള്ള ഒരു ലോഡ് ആദ്യം ട്രൈ ചെയ്ത് നോക്കാം. 78 നോക്കിയിട്ട് വേണമെങ്കിൽ ഫുൾ സ്റ്റാക്ക് പറ്റുമോ നോക്കാം. 1 2 3 ഒരു 4 റെപ്പൊക്കെ പോവും വേണമെങ്കിൽ, പക്ഷേ എനർജി സേവ് ചെയ്യാം. ഫുൾ സ്റ്റാക്ക് അടിക്കണം. നൈസ്. 1 7 1 ലാസ്റ്റ് 1. വർക്കൗട്ടിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തായാലും വെള്ളം കുടിക്കണം. അതെ, മസിൽ ക്രാമ്പ്. എന്താണ് കാരണം? മെയിൻ കാരണം ഈ അതെ ഡീഹൈഡ്രേഷൻ ആണ്. അതായത് ഇലക്ട്രോലൈറ്റ് ഹൈഡ്രേഷനും അതായത് ചിലപ്പോൾ AC ജിമ്മിലൊക്കെ വർക്കൗട്ട് ഉണ്ടാവും, സെറ്റ് ഉണ്ടാവും. മേത്തുന്ന അത്രയും വാട്ടറും ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ പോവാണ്. അതിനനുസരിച്ച് തിരിച്ച് വെള്ളം കുടിച്ചില്ലെങ്കിൽ, ആ ഇലക്ട്രോലൈറ്റ് ബാലൻസ് വരുത്തിയില്ലെങ്കിൽ മസിൽ ക്രാമ്പ് വരും. എൻ്റെ മോനെ ഇത്രയും ട്രൈ ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ്ടേ? ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ചെയ്ത് വെക്കേണ്ടി, എന്നിട്ട് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ നോക്കിയിട്ടുണ്ട്. കാരണം ഫാറ്റ് കുറഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ വല്ലാതെ ഡ്രോപ്പ് ബൾക്ക് ചെയ്ത് കൊടുക്കണം ബോഡി താഴത്തേക്ക് 10% താഴത്തേക്ക് അധികം കാലം നിൽക്കാൻ പാടില്ല. അതെ കുറവേ കാരണം നമുക്ക് എനർജി ലോസും കുറെ പ്രശ്നങ്ങളുണ്ടാവും. റിക്കവറി വളരെ സ്ലോ ആയി ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞാൽ. അപ്പം ഫുൾ സ്റ്റാക്ക് അടിക്കാം. കുറച്ച് ചീറ്ററപ്പ് ആയിരിക്കും, കാരണം ഇത്തിരി വെയിറ്റ് ഉണ്ട്. 1 അത് മാത്രല്ല, നമ്മുടെ ബോഡി വെയിറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ എടുക്കുന്ന വെയിറ്റിന് നല്ല കണക്ഷൻ ഉണ്ട്. അതെ, ബോഡി വെയിറ്റിൽ 10 കിലോ ഡിഫറൻസ് മാത്രമാണെങ്കിലും പക്ഷേ സ്ട്രെങ്ത് വല്ലാതെ മാറ്റം വരും. കാരണം 83 കാറ്റഗറിയുള്ള ഒരാളെ ഡെഡ് ലിഫ്റ്റും എൻ്റെ ഡെഡ് ലിഫ്റ്റും നോക്കിയാൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. 1 2 ഓക്കെ. നമ്മളെ സെക്കൻഡ് വർക്കൗട്ട് ഇത് തന്നെ, നമ്മൾ ഹൊറിസോണ്ടൽ പുള്ളാണ് വരുന്നത്, സീറ്റഡ് കേബിൾ റോ. അപ്പം സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സെറ്റ് വാമപ്പും പിന്നെ വർക്കിംഗ് സെറ്റുമാണ്. അപ്പം ഇതിൽ മെയിൻ നമ്മുടെ ഫോക്കസ് ലാറ്റ്സും മിഡ് ബാക്കുമാണ്. ഇതിൻ്റെ ഫോം കറക്റ്റ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് സ്പൈന് സ്ട്രെയിറ്റ് ആക്കി പിടിക്കുക. നമ്മൾ മുകളിലേക്കും താഴേക്കും നോക്കരുത് അടിക്കുന്ന സമയത്ത്. പിന്നെ ഈ പൊസിഷനിൽ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് ബാക്കോട്ട് പുള്ളി ചെയ്യുമ്പം ലീൻ ചെയ്യരുത്, സ്ട്രെച്ച് ചെയ്യുക. അതായത് ഇപ്പം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലവർ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇതിലൊരു കാര്യമില്ല. ഇതിൽ നിങ്ങളെ ലോവർ ബാക്കിനാണ് നിങ്ങൾ ലോഡ് കൊടുക്കുന്നത്. ഫുൾ ബോഡി മൊമെൻറ്റം വെച്ചാണ് നമ്മൾ പുള്ളി ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. വെയിറ്റ് അധികം അടിക്കണം എന്നില്ല, നിങ്ങൾക്ക് പറ്റുന്ന വെയിറ്റ് കറക്റ്റ്. അതെ. പിന്നെ ലാറ്റ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് നമ്മളെ ബെല്ലി ബട്ടൻ്റെ മുകളിലേക്ക് പുള്ളി ചെയ്യുന്നതിന് പകരം നമ്മളെ ബാക്ക് പോക്കറ്റ് എന്നാണ് പറയുക, അത് പാൻറ്റിൻ്റെ ബാക്ക് പോക്കറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അരേൻ്റെ താഴേക്ക് ഇങ്ങോട്ട് പുള്ളി ചെയ്താലും മതി. കൂടുതൽ ലാറ്റ്സ് ഫോക്കസ് ചെയ്യാം ഈ ഒരു ലെവലിലേക്ക്. പക്ഷേ കുറച്ച് മിഡ് ബാക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ഒരു ലെവലിൽ പുള്ളി ചെയ്യണം. ആ കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ വർക്കൗട്ടിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് കൊടുക്കുക, ഏത് മസിലാണെങ്കിലും. കാരണം മാക്സിമം ബ്ലഡ് പമ്പായി നിൽക്കുന്ന സമയമാണ്. അപ്പം നമ്മൾ മസിലൊന്ന് കോൺട്രാക്ട് ചെയ്തിട്ട്, അത് ലൈക്ക് അതിൻ്റെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഉണ്ടാവില്ല, പക്ഷെ നമ്മളിതൊരു ശീലമാക്കി കഴിഞ്ഞാൽ നല്ല പ്രോപ്പർ മസിൽ ഗ്രോത്തിനും ഒരു മസിൽ ഷേപ്പൊക്കെ വരുമെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്നറിയില്ല,
പക്ഷേ മസിൽ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ സംഭവം സ്ട്രാപ്സ് പറയും, ലിഫ്റ്റിംഗ് സ്ട്രാപ്സ് പറയും. ഫസ്റ്റ് സെറ്റിൽ ഞാൻ യൂസ് ചെയ്തില്ല, കാരണം നോർമൽ വെയിറ്റ് എടുക്കുന്നത്. പക്ഷേ ഹെവി ആയിക്കാണ്ട് വെയിറ്റ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഫോർ ആംസിന് പ്രഷർ വരും. ആ ഒരു ഫോർ ആംസ് ഫെയിലർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലാറ്റ്സ് ഫോക്കസ് കിട്ടില്ല, കാരണം ഇവിടെ പെയിൻ വരും. പിന്നെ നമുക്ക് ഈ ഒരു പെയിൻ കാരണം നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോഴും നമ്മൾ ലാറ്റ്സ് ഫെയിലർ എത്തിയിട്ടുണ്ടാവില്ല. സോ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണേ, ലിഫ്റ്റിംഗ് സ്ട്രാപ്പ് യൂസ് ചെയ്യും. ഗ്രിപ്പ് ആദ്യം ടയർഡാവും, പക്ഷേ ബാക്കിന് അപ്പോഴും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അങ്ങനെ ഗ്രിപ്പ് സ്ട്രെങ്ത് പോയതിന് കാരണം അവർ അത് ബിലീവ് ചെയ്യും. പക്ഷേ ഇങ്ങനെയല്ല കിട്ടേണ്ടത്, നേരെ ഓപ്പോസിറ്റ് വേണം വെക്കാൻ. ഓപ്പോസിറ്റ് വെച്ചിട്ട് ഒരു 2 ചുറ്റി കിട്ടിയിട്ട് ഇങ്ങോട്ട് പിടിക്കാം. തന്നെ ഈസി. കാമ നല്ല സ്ട്രെച്ച് വരട്ടെ, നല്ല കോൺട്രാക്ഷൻ. 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം അവിടെ. ഈസി. അത് തന്നെ ഈസി. ഒരു ട്രപ്പ് 1-2 ട്രപ്പ് ചീറ്റ് ചെയ്തോ, കുഴപ്പമില്ല. ഈസി. അത് തന്നെ 1 2 ഈസി 3 നൈസ് സൂപ്പർ. ലോഡ് കുറവാണ്, നമ്മൾ അടുത്ത സെറ്റ് കുറച്ചുകൂടെ ഹെവി ലോഡ് ചെയ്യാം. 1 നൈസ് 2 ഈസി. ജസ്റ്റ് റൗണ്ട് ആവല്ലേ, സ്ട്രൈറ്റ് ആക്കി പിടി ഷോൾഡർ. അത് തന്നെ. വെയിറ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. കറക്റ്റ് ഫോമിൽ ചെയ്യും, കൺട്രോൾ ചെയ്ത് ചെയ്യും. ജസ്റ്റ് റൗണ്ട് ചെയ്യല്ലേ, സ്ട്രൈറ്റ് നോക്ക്. അത് തന്നെ ഈസി. മാക്സിമം സ്ട്രെച്ച്. ഈസി. ഓക്കെ ഫൈൻ, അടിപൊളി. ഇത് ചീറ്റ് ചെയ്യുന്നതല്ല, നമ്മൾ ജസ്റ്റ് വെയിറ്റ് എടുത്ത് റെഡി നിൽക്കുന്നതാണ്. ഓക്കെ ഈസി. 2 3 ഹോൾഡ് ചെയ്യ്. ഫുള്ള് ബൈസെപ്സിലേക്ക് വരുന്നത്. അയ്യോ, എങ്ങനെ ഇങ്ങനെ ഇവിടെ സൈസ് കൂടൂലേ? ശരിയാ, ഞാൻ ഇവിടെ പിടിക്കല് റിയർ ചെയ്യുമ്പോ തിരിഞ്ഞ് താഴെ പിടിക്കും. റിബ്സിന്റെ താഴെ തൊട്ട് താഴെ സൈസ് തോന്നുന്നു, സൈസ് കൊടുക്കുന്നുണ്ട്. ഓ അതെ അതെ, അതും കഴിഞ്ഞ് ഇനി നമുക്കൊരു ചെസ്റ്റ് സപ്പോർട്ടഡ് റോയാണ് ചെയ്യേണ്ടത്. അപ്പർ ട്രാപ്സ് നമുക്ക് ചെയ്യണം, ഒരു വർക്കൗട്ട് എന്തായാലും ചെയ്യണം. അപ്പർ ട്രാപ്സ് നല്ലോണം ഫോക്കസ് ചെയ്യണം. ഈ എവിടെ പോയി? ഇനി ഒരു ചെസ്റ്റ് സപ്പോർട്ടഡ് ഡ്രോയും ഒരു അപ്പർ ട്രാപ്സും പിന്നെ ഒരു ലോവർ ബാക്കിൻ്റെ വർക്കൗട്ട്. ബാർബൽ റോനേക്കാട്ടും നല്ലത് ഡംബൽ റോ ആണ്, കാരണം നമുക്ക് ഇഷ്ടമുള്ള പാത്തിൽ പുൾ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഫോക്കസ് അനുസരിച്ച്, ഏത് മസിലാണ് ഫോക്കസ് ചെയ്യുന്നതനുസരിച്ച് കുറച്ചുകൂടെ നല്ലൊരു പാത്ത് ചൂസ് ചെയ്യാൻ പറ്റും. മാക്സിമം കോൺട്രാക്ട് ചെയ്തിട്ട് പുൾ ചെയ്യാതെ തന്നെ. മസിൽ കംപ്ലീറ്റ് ആയിട്ട് ലൂസാക്കരുത്, ലൂസാക്കി കഴിഞ്ഞാൽ ഷോൾഡറിലേക്ക് ടെൻഷൻ വരും. ആ ലെവൽ മതി. എപ്പോഴും ഫുൾ വെയിറ്റ് കൺട്രോളിൽ വേണം. പോരട്ടെ, ഈസി നൈസ്. ഈ വർക്കൗട്ടിൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഓവർ ചീറ്റ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പം നമ്മളെ റൊട്ടേറ്റർ കഫ് മസിലിന് ഇഞ്ചറി വരും. പറ്റില്ല എന്ന് തോന്നിയാൽ വെയിറ്റ് വെച്ച്. ഇതിന് മാക്സിമം ഞാൻ ഇത് യൂസ് ചെയ്യേണ്ടെന്ന് പറയും, ഗ്രിപ്പ്. കാരണം എപ്പോഴേ നമുക്ക് വെയിറ്റ് ഇടണം എന്ന് തോന്നിയാൽ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ പറ്റൂല. മതി, ബാക്കി നമുക്ക് ഹെവിയിലേക്ക് കയറുമ്പോൾ എനർജി സേവ് ചെയ്താൽ. ഇപ്പം നമ്മൾ ഇങ്ങനെ പുള്ളി ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടെ വൈഡാക്കി പുള്ളി ചെയ്താൽ കറക്റ്റ് അപ്പർ ട്രാപ്സും പിന്നെ ഇതും റിയർ ഡെൽറ്റും വരും. അത് അധികം ഹെവിയിൽ ചെയ്യും. കയ്യൂല, ഡേഞ്ചറാണ്. ഷോൾഡറിന്. ഇതാകുമ്പോൾ കുറച്ച് ലാറ്റ്സിന്റെ സപ്പോർട്ട് ഉണ്ടാവും. ക്ലോസ് ആയാലും കുഴപ്പമില്ല. ക്ലോസ് ആകുമ്പോൾ കൂടുതൽ ലാറ്റ്സിന്റെ സപ്പോർട്ട് വരും, സേഫാ.
റിസ്ക് ആണ് ഫോക്കസ് ചെയ്യാൻ. അപ്പോൾ അടുത്ത സെക്കൻഡ് സെറ്റ് ഈസി. കമോൺ 8. കമോൺ ലാസ്റ്റ് 1 more. ഓക്കെ. ഇവിടുത്തെ നല്ലൊരു പോയിന്റാണ് ഡംബൽ താഴേക്ക് ഇടുക. കാരണം ഗ്രൗണ്ട് ഫ്ലോറിലാണ് ജിം, ഒരു കുഴപ്പമില്ല. വെയിറ്റ് മെല്ലെ താഴേക്ക് ഇടണം എന്നുള്ള ആവശ്യമില്ല. അതെ അതെ കറക്റ്റ് ഇവിടെയൊക്കെ ഫൈബർ കാണുന്നുണ്ട്. എനിക്ക് പണ്ട് മുതലേ എങ്ങനെയാണോ ബോഡി ഫാറ്റ് കുറവാണോ അല്ലേ കട്ട് ചെയ്ത് കൊണ്ടുവന്നാ? പണ്ടേ ഇങ്ങനെ ആവശ്യം ഉണ്ടല്ലേ? ആ വാക്കം. ആ നൈസ് നൈസ്. സ്ട്രെങ്ത്തും ഹോർമോൺ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി ഫാറ്റ് വേണം. കുറച്ചുകൂടെ വേണം അപ്രൈറ്റ് ആയിട്ട് നിൽക്കണോ? കുഴപ്പമില്ലല്ലോ. കയ്യിലേ ലോഡ് വരുന്നില്ലല്ലോ ഫോറാമിലേക്ക്. ഇത് അത് തന്നെ മാക്സിമം ടൈറ്റ്. ലാസ്റ്റ് വൺ. വർക്കൗട്ട് കഴിഞ്ഞാൽ മസിലൊന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് കൊടുക്കുക, സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. മസിലിലേക്കുള്ള ബ്ലഡ് പമ്പ് മാക്സിമം കൂട്ടാൻ വേണ്ടി ആണത്. മസിൽ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ ബോഡി ബിൽഡിങ് ടിപ്സ് അല്ലേ ശരിക്കും? ഓ ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഓക്കെ. കുറിച്ചും ചെയ്യാൻ പാടില്ല എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്. നാച്ചുറൽ അത്ലീറ്റ്സും എൻഹാൻസ്ഡ് അത്ലീറ്റ്സും ഡിഫറെന്റ് ആണ്. ഒരു ട്രിപ്പിന്റെ ഇത് പറയുന്നത് നമുക്ക് വീഡിയോസ് ഒന്നും യൂസ് ചെയ്യാനില്ല. അപ്പൊ നമ്മള് എക്സ്ട്രാ ഒരു മെഷർമെന്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല. നോർമൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് പോയാൽ മതി. പിന്നെ ഈ വാട്ടർ കട്ട് സോഡിയം കട്ട് അതിനൊന്നും ആവശ്യമില്ല. ചെറിയൊരു മാനിപ്പുലേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാർബ് ചെറുതായിട്ടും ഡിപ്ലീറ്റ് ചെയ്യും 3 ദിവസം 2 ദിവസം ലോഡ് ചെയ്യും. പിന്നെ വാട്ടറിന്റെ കേസ് ആണെങ്കിൽ ആദ്യം കുറച്ച് കൂടുതൽ വാട്ടർ കുടിച്ചാണ്ട് ഷോന്റെ തലേ ദിവസം ഷോന്റെ അന്നും ഒന്ന് കുറക്കും. ഫുള്ളായിട്ട് കട്ട് ചെയ്യില്ല. കാരണം കുറച്ച് വാട്ടർ നമ്മളെ മസിൽസിൽ അത്യാവശ്യമാണ്. വോളിയം തോന്നാറില്ലേ? അത്യാവശ്യം വോളിയം ആണെങ്കിൽ ആ വാട്ടർ വേണം. അല്ലാതെ വാട്ടർ ഫുള്ളായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ഫ്ലാറ്റ് ആയിക്കാണ്ട് സൈസ് ഉണ്ടാവില്ല. ഹൈപ്പറുമ്പൊക്കെ അപ്പം ലോഡ് ചെയ്ത് ചെയ്യണ്ട. ആദ്യം ബോഡി വെയിറ്റിൽ ജസ്റ്റ് ഒരു വാം പോലെ ചെയ്യാം. ഒരു 10 റെപ്പിറ്റീഷൻ എങ്ങാൻ ലൈറ്റായിട്ട്. പിന്നെ നമ്മൾ സ്റ്റാറ്റിക് ഹോൾഡാണ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു പൊസിഷനിൽ മാക്സിമം ഹോൾഡ് ചെയ്തിരിക്കുക. അത് വേണമെങ്കിൽ ചെറിയ ലോഡ് ബാക്കിൽ വെക്കാം, കുഴപ്പമില്ല. നമ്മൾ താഴെ പോയിട്ട് ഓവർ ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണ്ട. നമ്മൾ ജസ്റ്റ് താഴെ പോവുക, ഈ ഒരു ലെവലിൽ നിൽക്കുക, ജസ്റ്റ് ബാക്കിൽ നിന്ന് വാം ചെയ്യാൻ. അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ലെവലിൽ നിൽക്കും. വേണമെങ്കിൽ ഒരു ലോഡ് ബാക്കിൽ വെക്കാം, 5 10 വെച്ചിട്ട് മാക്സിമം ഹോൾഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. ചെയ്യേണ്ട വർക്കൗട്ടാണ്. നമ്മൾ ലോവർ ബാക്ക് ഫോക്കസ് ചെയ്താണ് ചെയ്യുന്നത്. ഈ മെഷീനിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഗ്ലൂട്ട്സും ഫോക്കസ് ചെയ്ത് ചെയ്യാം. ആ വെയിറ്റിൽ അത് ഹോൾഡ് ചെയ്ത് നോക്കാം. എത്ര സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റും നോക്കാം. കുറച്ചുകൂടെ സ്ട്രൈറ്റ് ആക്കുക, കുറച്ചുകൂടെ താഴേക്ക് പോട്ടെ, ആ ഒരു ലെവൽ. സ്പൈൻ സ്ട്രൈറ്റ് ആക്കി നോക്ക്. കുറച്ച് തലയൊന്ന് ജസ്റ്റ് ഒന്ന് പോക്ക്. അതന്നെ. മൈൻഡിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു വെയിറ്റ് വെച്ചാൽ അത് താഴോട്ട് ഇറങ്ങി പോകരുത്. എനിക്ക് ഇവിടെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റണം. ആ ഒരു ലെവലാണ് നമുക്ക് വേണ്ടത്. ടെൻഷൻ വരുന്നുണ്ടോ? ബോഡി ചെറുതായിട്ട് വിറയ്ക്കാൻ തുടങ്ങും. അതാണ് ഇതിൻ്റെ ഒരു സൈൻ. ടെൻഷൻ വരുന്നുണ്ട്. ചെറുതായിട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല, ഹോൾഡ് ചെയ്യും. ബോഡി വെയിറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ മതി. അടുത്ത് നമുക്ക് ചെറുതായിട്ട് ലോഡ് ചെയ്യാം. വെച്ചോ കുഴപ്പമില്ല, ചെറിയ ലോഡാ. ഒരു 20 കൂടി വെച്ചാലോ? ഫസ്റ്റ് ലോഡ് എടുത്തോ. അപ്പം ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് കൊണ്ടുവരണം. ഗ്രാജുവലായിട്ട് ലോഡ് ചെയ്യാം. കുറച്ചുകൂടെ താഴേക്ക് നിൽക്കേണ്ടി വരും, കാരണം വെയിറ്റ് ബാലൻസ് ചെയ്യാം. ഓക്കെ. ഈ പറയുമ്പോൾ ഞാൻ ഓരോ വെയിറ്റ് എടുക്കും കേട്ടോ. 50, കമോൺ, 51, 52. നൈസ്. മാക്സിമം ഹോൾഡ് ചെയ്യും. അതിന് കൗണ്ടില്ല. ഫുൾ ഫോക്കസ് ആ മസിലിലേക്ക് പോട്ടെ. ടൈറ്റ് ചെയ്ത് പിടി, മാക്സിമം ടൈറ്റ് ചെയ്ത് പിടിക്ക്.
ഈസി 3 2 1 നൈസ്. ഇത്രയേ ഉള്ളൂ. ഇത് ഒരു സെറ്റും കൂടെ ചെയ്തിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. പൊന്തുക. 1 2 ബ്രീത്ത് ഇൻ ഫുൾ ബ്രീത്ത്. ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. ഇല്ലല്ല, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ. കുറച്ച് വേന ഉണ്ടാവേ. ട്രാപ്സ് ലൂസ് ആക്കുക. ഒന്നുകൂടി. ഓക്കെ, അതേപോലെ ലാറ്റ്സ് ലൂസ് ആക്കുകയാണ്. കുറച്ച് വേന ഉണ്ടാവും. ഓക്കെ. പക്ഷെ ഫുള്ള് പൊട്ടിയില്ലേ, നല്ലോണം പൊട്ടി. ഇവിടെ ഫുള്ള് പൊട്ടി. തൊട്ടപ്പോ തന്നെ ടെക്നാണ് പൊട്ടി. ബാക്ക് നല്ല സ്റ്റിഫാ. ഒരു മസാജോ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ട്. അപ്പം അങ്ങനെ സ്ട്രെച്ചിങ്ങും കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് സെഷൻ കഴിഞ്ഞു. ഒരു അടിപൊളി സെഷൻ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ 2 ഡിഫറെൻറ്റ് സ്റ്റൈൽസ്, അതായത് പവർ ലിഫ്റ്റിങ്ങും ബോഡി ബിൽഡിങ്ങും, സ്ട്രെങ്ത്തും അതുപോലെ തന്നെ എസ്തെറ്റിക്സും ഹൈപ്പർട്രഫിയും. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വർക്കൗട്ട് എന്ന് തന്നെ പറയാം. കുറേ കാര്യങ്ങൾ പഠിച്ചു. ബോഡി ബിൽഡിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ, പോസിങ്ങും അതുപോലെ തന്നെ എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, എങ്ങനെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ ഒരു സ്റ്റേജിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് എത്ര പറഞ്ഞാൽ മതിയാവില്ല. കാരണം ഓരോ പേഴ്സൺ നമ്മൾ ആ ഒരു കണ്ടീഷൻ നോക്കിക്കാണ്ട് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കല്. ഒരു കടല് പോലെയാണ്. അങ്ങനെ ഒരു ഇതായി കിടക്കാണ്. കുറേ കാര്യങ്ങളുണ്ടാവും. കുറച്ച് വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പലരും പല എക്സ്പീരിയൻസ് ചെയ്യാണ്ട് പലരും ചെയ്യണ്ടാവും. പല മെത്തേഡ്സും പല കാര്യങ്ങളും ഇതിൽ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഒരു അടിപൊളി സെഷൻ ആയിരുന്നു. കുറേ കാര്യങ്ങൾ പഠിച്ചു. അതേപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറ്റി. എനിക്ക് മെയിൻ ആയിക്കാണ്ട് കിട്ടിയ സംഭവം എന്ന് വെച്ചാല്, ഒന്നാമത് ഇതിന്റെ ലോവർ ബാക്ക് നല്ല വീക്കാനുള്ള കാര്യം മനസ്സിലായി. അത് ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ ഈ ഒരു സ്ട്രെങ്ത് ബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കിട്ടി. ഇതൊരു ഫിസിക്ക് മാത്രം ഫോക്കസ് ചെയ്തെന്ന് സ്ട്രെങ്ത്തും കൂടെ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു സാധനം. അതെ, നമുക്കിപ്പം കേരളത്തില് കുറെ ആയിട്ട് കണ്ടുവരുന്ന എല്ലാവരും ഈ ഫിസിക്കിലേക്ക് ഭയങ്കര ഫോക്കസ്ഡാണ്. സ്ട്രെങ്ത്തിലേക്ക് ആൾക്കാർക്ക് ഫോക്കസ് കുറവാണ്. പക്ഷെ അതും കൂടെ വേണം, നമ്മുടെ ഡെയിലി ലൈഫിൽ അതും കൂടെ വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും അത് വേണം. അതേപോലെ തന്നെ ഇതുപോലെ ഇനിയും കുറെ സെഷൻസ് ഉണ്ടാവും. ഇനിയും കുറെ ആൾക്കാരെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യും. കുറെ അറിവുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസും ഉണ്ടാവാം. അപ്പം അത് പഠിക്കണമെങ്കിൽ അവരായിട്ട് ഇതേപോലെ കൂടുതൽ ഇന്ററാക്ട് ചെയ്യണം, കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതേപോലെ സെഷനൊക്കെ വെക്കണം, എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതെ. അപ്പം ഇനിയും ഇതുപോലെയുള്ള കുറെ സെഷൻസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം അലീനെ കണ്ടേലും കൂടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയാലും വളരെയധികം സന്തോഷം. എക്സ്പീരിയൻസ്. അപ്പം ഇനി നമ്മൾ വരും. അണ്ടിൽ ദെൻ സ്റ്റേ ഫിറ്റ്.